ഡെയിലി ഒരു ആക്സിഡൻറ്റ് പറ്റി. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ദുഷ് വ്ളോഗ്സിലോട്ടേക്ക് സ്വാഗതം. കുറേ കാലമായി നമ്മൾ വ്ളോഗ് ഇങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടേച്ചും. അപ്പോൾ ഈ തവണ നമ്മളെ കുറേ കാലത്തിന് ശേഷം വീണ്ടും നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനങ്ങനെ 39,400 കിലോമീറ്ററിൻ്റെ അടുത്തായി. അപ്പോൾ ഈ തവണത്തെ സർവീസ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എൻജിൻ ഓയിൽ, പിന്നെ എയർ ഫിൽറ്റർ, ബ്രേക്ക് പാഡ്, പിന്നെ വാറണ്ടിയിൽ ഫ്യൂവൽ പമ്പിൻ്റെ ഫ്ലോട്ടും മാറിയിട്ടുണ്ട്. പിന്നെ ഷെഡ്യൂൾ മെയിൻ്റനൻസ് കിറ്റ്. ഇതാണ് ബില്ല്, മെഗേല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അതിനിടയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി. ഹെഡ്ലൈറ്റ്, ഈ സൈഡ്, പിന്നെ ഈ വൈസർ, ലിവർ, ക്രാഷ് ഗാർഡ് അതൊക്കെ വെൻറ്റ് വന്ന് പോയി. അത് നമുക്ക് അടുത്ത ദിവസം ഒരു വീഡിയോ പറയാം. നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് എത്ര ദിവസത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണം, പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ വണ്ടി ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഫ്രണ്ട് ടയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത്രയുണ്ട്. പിന്നെ അതേ ബാക്ക് ടയറും 40,000 കൂട്ടിക്കോ. 40,000 എപ്പോഴത്തേക്കും ഇത്രയും. പിന്നെ ചെയിൻ സോക്കറ്റും കാണിക്കണമെങ്കിൽ ചെയിൻ സോക്കറ്റും ഇനിയൊരു 2-3 കിട്ടും. മര്യാദക്ക് ക്ലീൻ ചെയ്ത് 500 ഓടുമ്പോൾ ടൈറ്റ് ചെയ്താൽ. കമ്പനി വണ്ടിക്കകത്ത് തന്ന ചെയിനും സോക്കറ്റും 24,000 എങ്ങാണ്ട് ഓടിയപ്പോൾ മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 39,000 ആയി. ബ്രേക്ക് പാഡ് ഫ്രണ്ട് നമ്മൾ മാറിയത് 28,000 ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറിയത്. അത് കഴിഞ്ഞപ്പോൾ ഇത്രയും 11,000 കിലോമീറ്റർ. ചിലപ്പോൾ ഇത്രയും കൂടി ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഇതിൽ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ വണ്ടി നേരെ ഓടിക്കുമ്പോൾ കുറവ് വന്നപ്പോൾ എനിക്ക് തോന്നി ബ്രേക്ക് പാഡ് മാറാറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മാറാറായെങ്കിൽ മാറിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ബ്രേക്ക് പാഡിന് വന്നത് ഫ്രണ്ട് 375 രൂപ ബ്രേക്ക് പാഡും, അത് മാറാനായിട്ട് 128 രൂപ മേടിച്ച്. ഓക്കെ, ഫ്രണ്ട്. പിന്നെ നോർമൽ റെഗുലർ സർവീസ് ഗ്ലാമർ എക്സ്ടെക്ക് 489 രൂപ. വേണ്ട. പിന്നെ വാട്ടർ വാഷ് 128 രൂപ. പിന്നെ മെഗേലി ഒടുക്കത്തെ തിരക്കാണ് ഇപ്പോൾ. മെഗേലി വണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു 2 ദിവസം മുമ്പ് കൊടുക്കാൻ ശ്രമിക്കുക. വണ്ടി എന്നത്തേക്ക് വേണമെന്നുള്ളതനുസരിച്ച്. എൻ്റെ വണ്ടി ഇപ്പോൾ 2 ദിവസം ഇരുന്ന്, 1 ദിവസം കൊടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കിട്ടിയത്. കാരണം വെള്ളിയാഴ്ച കൊടുത്ത് എന്നിട്ട് ശനിയാഴ്ചയാണ് എനിക്ക് മെഗയിൽ നിന്ന് വണ്ടി കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളും ഡീറ്റെയിൽസും. പിന്നെ വേറെ വണ്ടി ഓടിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഓടിക്കാനായിട്ട് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സ്പീഡും അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഇതിപ്പോൾ 3ാമത്തെ ബ്രേക്ക് പാഡും ചെയിനും സോക്കറ്റ് 2ാമത്തെയാണ് കമ്പനി തന്നതും. അത് കഴിഞ്ഞിട്ടുള്ള ചെയിനും സോക്കറ്റും. പിന്നെ സീറ്റ് കവറൊക്കെ പോയി, ഷോക്ക് പോയി. പിന്നെ ഈ ബാഗും കമ്പനി കോംപ്ലിമെൻ്റ് അല്ല, എക്സ്ട്രാ ആക്സസറീസിൽ വന്ന ആ സാധനങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനമായി. ഈ ഫ്ലോട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഫ്യൂവലിൻ്റെ ഇതില്ലേ, അത് ചിലപ്പോൾ ഇങ്ങനെ 2 സൈഡിലോട്ടേക്ക് ഓടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫുൾ ടാങ്ക് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ മിഞ്ഞിക്കൊണ്ടിരിക്കും നമ്മൾ ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഫ്ലോട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ 39 to 39,500 ഇടയിൽ വന്നൊരു സർവീസ് ഉണ്ട്. ആ സർവീസിൻ്റെ ബില്ലാണത്. അതിനകത്ത് ഷെഡ്യൂൾ മെയിൻ്റനൻസ് കിറ്റ് 105 രൂപ, എൻജിൻ ഓയിൽ 375, പിന്നെ വാറണ്ടിയിൽ നമ്മുടെ പമ്പിൻ്റെ ഫ്ലോട്ട് മാറിയിട്ടുണ്ട് അത്, പിന്നെ എയർ ഫിൽറ്ററും, പിന്നെ ഓയിൽ 396 രൂപയാണ് ഓയിലിൻ്റെ വില. പക്ഷേ ലേബർ റെഗുലർ സർവീസിൻ്റെ ഗ്ലാമർ എക്സ്ടെക്കിൻ്റെ ലേബർ നോക്കിയേ 489 രൂപ. എന്തിനാണെന്ന് മനസ്സിലാവാത്ത. ആകെ 2 വീലുള്ള വണ്ടിക്കാണ് ഇത്രയും കാശ് മെയിൻ്റനൻസ്. പിന്നെ ബ്രേക്ക് പാഡ് മാറാനായിട്ട് എക്സ്ട്രാ 128 രൂപ. പിന്നെ റിവേഴ്സ് ബ്രേക്ക് ക്ലീനിങ് ആൻഡ് ക്യാം ഗ്രീസിങ് 120 രൂപ. പിന്നെ വാട്ടർ വാഷ് 128 രൂപ. പക്ഷേ ഈ മെഗയിലെ വാട്ടർ വാഷ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങനെ വാഷ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഈ കയറിലിൽ വാഷ് ചെയ്യുമ്പോഴുള്ള ഒരു വ്യത്യാസമുണ്ട്. അത് ഞാൻ ഏതോ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇടാം, കമ്പയർ ചെയ്തിടാം ഞാൻ. പിന്നെ നമ്മുടെ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടെ ഈ പൊക്കത്ത് തന്നെ ലൈറ്റില്ലേ, ആ ലൈറ്റ് ഒരു തവണ മാറിയിട്ടുണ്ട് ഇത്രയും കാലമായിട്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ. പിന്നെ ഈ 39 to 39,500 ഇടയിൽ വന്നേക്കുന്ന ബില്ല് ടോട്ടൽ എമൗണ്ട് 1,898 രൂപ ആണ് ബില്ല്. എന്തെങ്കിലും ഡൗട്ടാ കാര്യങ്ങളാ വണ്ടീനെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM to Insta.
ഓക്കെ. എന്നോട് 2-3 പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു വണ്ടി എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.